സാറേ, ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയാണോ താലിബാൻ്റെ മാത്രം വിദേശകാര്യമന്ത്രിയാണോ എന്ന കാര്യത്തിൽ അവർ തമ്മിൽ തന്നെ തർക്കമുണ്ട്. ആ രാജ്യം തന്നെ പൂർണ്ണമായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. എങ്കിലും ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. ആമിർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ വന്നത് മുതൽ വിവാദം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിവാദം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ വനിതകളെ അനുവദിച്ചില്ല. അവിടെ മാത്രമല്ല, ദയൂബന്ദിൽ പോയി. യു പിയിലെ ദയൂബന്ദിൽ ഇങ്ങനെ പ്രത്യേക സ്ക്രീനിട്ട് മറിച്ചാണ് സ്ത്രീകളെയും. അപ്പോൾ അദ്ദേഹം കടുത്ത സ്ത്രീവിരുദ്ധരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് താലിബാനാണ് ലോകത്തെ ആദ്യം ബോധ്യപ്പെടുത്തിയ കാര്യം. അപ്പോൾ അത് ഇന്ത്യയിൽ ഇന്നലത്തെ ആദ്യത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ടായി. എല്ലാവരും അത് ഏറ്റെടുത്തു. കോൺഗ്രസ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ നോക്കി പറഞ്ഞത് അങ്ങയുടെ നാരീ ശക്തി വലിയ കാപട്യമാണ് എന്നാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങ് വളരെ ദുർബലനാണ്, ലോകത്തിലെ നാരികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ട നേരത്ത് അങ്ങേക്ക് ശക്തിയില്ല, അങ്ങ് ദുർബലനായിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ചൂണ്ടി പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങക്ക് എന്താണ് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നത്? ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഈ ഒരു എംബസി, ഇത് അഫ്ഗാനിസ്ഥാൻ്റെ എംബസി ഉണ്ടല്ലോ, ഡൽഹി, ആ എംബസിയുടെ അകത്താണ് പത്രസമ്മേളനം മുത്തക്കിയുടേത് ആദ്യം വെച്ചത്. അപ്പോൾ ഇന്ത്യ തന്നെ ഇത് വിശദീകരിച്ചിരുന്നു, എനിക്കും അറിയാവുന്നതാണ്. അതാണ് ഞാൻ ഇത് കയറി ചർച്ച ചെയ്യാതെയൊക്കെ ഇരുന്നത്. ആ എംബസി ഇരിക്കുന്ന സ്ഥലം, അതിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിവിടെയൊന്നും ആളുകൾ ചർച്ച ചെയ്യില്ല, ശ്രദ്ധിക്കുകയില്ല. ആ സ്ഥലത്ത് അവരുടെ അധികാരമാണ് എന്നാണ് കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം പോലെയാണ് ആ ഒരു ഏക്കറെങ്കിൽ ഒരു ഏക്കർ ആ കെട്ടിടം ഡൽഹിയിലിരിക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യവും കാര്യമൊക്കെയാണ്. അപ്പോൾ ആ അഫ്ഗാനിസ്ഥാൻ എംബസി ഇരിക്കുന്ന വളപ്പിൻ്റെ അകത്താണ് ഈ പത്രസമ്മേളനം. അവരാണ് ക്ഷണിച്ചത്. അഫ്ഗാനിസ്ഥാൻകാരാണ് പത്രപ്രവർത്തകരെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത്. അവരുടെ രീതിക്കാണ് അത് ചെയ്തത്. അപ്പോൾ അതിൽ ഇന്ത്യക്ക് സത്യത്തിൽ ഒരു പങ്കുമില്ല, ഒരു റോളും ഇല്ല. പക്ഷേ ഇവരുടെ ഒരു വക്താവ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ട ആൾ ദോഹയിലാണ് ഉണ്ടായിരുന്നത്, അഫ്ഗാനിസ്ഥാൻ്റെ. നമ്മുടെ നാഷണൽ ചാനലുകൾ അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ദോഹയിൽ സംസാരിക്കുമ്പോൾ തന്നെ സ്ത്രീകളായ പത്രപ്രവർത്തകരൊക്കെ ധാരാളമുണ്ട്, ഞാൻ ഉണ്ട്, ഇതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ തിരുത്തിക്കോളാം എന്ന് പറഞ്ഞു. ഇന്നലെ ഇത് ചെയ്തു. സ്ത്രീകളെയൊക്കെ വിളിച്ചു മുമ്പിൽ തന്നെ ഇരുത്തി. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നടത്തിയൊരു സംഗതിയിൽ മോദിക്ക് എന്ത് കാര്യം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇങ്ങേര് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ വളരെ ദുർബലനാണ്, നാരിശക്തി മുദ്രാവാക്യങ്ങൾ മുഴുവൻ നിങ്ങളുടേത് പൊള്ളയാണെന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞത് നമ്മൾ രാഷ്ട്രീയമായിട്ട് എടുക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഷാബാനു എന്ന് പറഞ്ഞൊരു സ്ത്രീയെ രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്നുള്ളതാണ്. ഓർമ്മയുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ കേസ്, അച്ഛൻ രാജീവ് ഗാന്ധി ഷാബാനു കേസ് അട്ടിമറിച്ച് ഒരു നിയമം ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ അത് നാരീശക്തി ക്ക് വേണ്ടി നിലകൊണ്ട കുടുംബമാണോ നെഹ്റു കുടുംബം? നാരികൾക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടി വാദിച്ചിട്ടാണ് ആ നിയമം ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മുടെ പല പ്രേക്ഷകർക്കും പുതിയ ആളുകളൊക്കെ കാണുമല്ലോ, ഓർമ്മയുണ്ടാവില്ല എന്താണ് ഷാബാനു കേസ് എന്ന് നമുക്ക് നോക്കാം. 1932 ഇൻഡോറിൽ ജനിച്ച അതിസമ്പന്നനായ ഒരു വക്കീൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ വിവാഹം ചെയ്തു. ഈ ഷാബാനുവിനെ വിവാഹം ചെയ്ത് 14 കൊല്ലം ദാമ്പത്യം ഒരുമിച്ച് ജീവിച്ചു. അപ്പോൾ 14 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങർക്ക് പുതിയൊരു പൂതി തോന്നി, പ്രായം വളരെ കുറഞ്ഞ വേറൊരു സ്ത്രീ, പെൺകുട്ടിയെ ഇയാൾ വിവാഹം ചെയ്തു. അപ്പോൾ ഷാബാനുവിൻ്റെ 5 മക്കളും പെരുവഴിയിലായി. ഷാബാനുവിനും 5 മക്കൾക്കും ജീവിക്കാൻ വേറെ പാങ്ങില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ചെലവിന് കിട്ടാൻ ജീവനാംശം തേടി, ഞങ്ങൾക്ക് ജീവിച്ചു പോകണം, ഇയാളുണ്ടാക്കിയ കുട്ടികളാണ് ഈ 5 എണ്ണം, ഞങ്ങൾക്ക് ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ പോയി. അപ്പോൾ കീഴ്ക്കോടതി അനുകൂല വിധി ജീവനാംശം കൊടുക്കാനായിട്ട് വിധിച്ചു. ഹൈക്കോടതി പിന്നെ അപ്പീൽ പോയി, ഇയാൾ ഹൈക്കോടതിയും താൻ ജീവനാംശം കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ
അപ്പം ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 62 വയസ്സിൽ, ഇയാൾക്ക് 62 വയസ്സ്, ഖാൻ, ഇയാൾ മൊഴി ചൊല്ലി. ഷാബാനുവിനെ മൊഴി ചൊല്ലിയിട്ട് ഇയാളൊരു ഡിഫൻസ് എടുത്തു. എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഈ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് ഉത്തരവാദിത്വമൊന്നുമില്ല. ഇതാണ് മുസ്ലിം വ്യക്തി നിയമം. അപ്പോൾ എന്നിട്ട് ഇയാൾ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞിട്ട് ഇയാൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. സുപ്രീം കോടതിയിലും ഇയാൾ വാദിച്ചു, എനിക്ക് മുസ്ലിം വ്യക്തി നിയമപ്രകാരം ജീവനാംശം കൊടുക്കാൻ. ധനികന എന്നിട്ടും ഈ ആർത്തിപ്പണ്ടാരമാണല്ലോ, അതുകൊണ്ട് ഇയാളെ കൊടുക്കാൻ തയ്യാറായില്ല. YV ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ച് ആണ് കേസ് കേട്ടത്. അത് ആ ബെഞ്ചിൻ്റെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വന്നു. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC ഇന്ത്യയിലെ, അത് ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി പാസ്സാക്കിയിരിക്കുന്നതാണല്ലോ. അതിൻ്റെ 125-ാം വകുപ്പിൽ ഇങ്ങനെ ജീവനാംശം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. സ്ത്രീക്ക് പരിരക്ഷയുണ്ട്. ആ പരിരക്ഷ മുസ്ലിം സ്ത്രീക്കും ബാധകമാണോ എന്ന നിർണായക ചോദ്യം ഈ ബെഞ്ചിൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ വിവാഹമോചിതയായ സ്ത്രീക്ക് 125-ാം വകുപ്പിൽ പറയുന്നത്, വിവാഹമോചിതയായ സ്ത്രീക്ക് പുനർവിവാഹം വരെ അല്ലെങ്കിൽ സ്വന്തമായി വരുമാനം ഉണ്ടാകുന്നത് വരെ ജീവനാംശം കൊടുക്കാൻ ഭർത്താവിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുക കോടതി വഴി അത് കൊടുക്കേണ്ടതാണ് എന്നും ആ 125-ാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഈ ഖാൻ്റെ കൂടെ അന്ന് നിന്നിട്ട് ഒന്നിച്ചാണ് വാദിക്കുന്നത്. അപ്പോൾ 1985 സുപ്രീം കോടതിയുടെ വിഖ്യാതമായ വിധി വന്നു. എല്ലാ സ്ത്രീകൾക്കും CRPC 125-ൻ്റെ പരിരക്ഷയുണ്ട്. അപ്പോൾ ആ സമയത്ത് വിധി വരുമ്പോൾ 70 വയസ്സുള്ള അമ്മൂമ്മയായിരുന്നു ഷാബാൻ. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി 1986 രാജീവ് ഗാന്ധി പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതെ. അപ്പം മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡൈവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഡൈവോഴ്സ് എന്ന് പറഞ്ഞിട്ട് 1986 ആക്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ വഴിയാധാരമായിപ്പോയി. മറ്റേ രാഹുൽ ഗാന്ധിയുടെ ബാപ്പ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമം വച്ചിട്ട്. അപ്പോൾ ആ സമയത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രൊട്ടസ്റ്റ് ചെയ്ത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത്. EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ത്യയിലാകെ വലിയ തോതിൽ ഡിവൈഡ് ഉണ്ടാക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് സുപ്രീം കോടതിയുടെ വിധി മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടം ശരീഅത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നു. EMS ഉൾപ്പെടെ എല്ലാവരെയും ചീത്ത വിളിച്ച് നടക്കുന്നു. അന്ന് പ്രോഗ്രസീവായിട്ടുള്ള നിലപാടാണ് അന്ന് ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് എൻ്റെ ഓർമ്മ, ഞാൻ ഈ എറണാകുളത്ത് പബ്ലിക് ലൈബ്രറിയിലൊക്കെ EMS വന്ന് സംസാരിക്കുമ്പോഴൊക്കെ പോയി കേൾക്കും. അഖിലേന്ത്യാ ലീഗ് അന്ന് മറ്റേ മുന്നണിയിലുണ്ട്. അഖിലേന്ത്യാ ലീഗിനെ പുറത്താക്കാൻ വേണ്ടി ഒരു പ്രോഗ്രസീവ് നിലപാടെടുത്തതല്ലേ എന്ന് എനിക്കന്ന് സംശയം ഉണ്ടായിരുന്നു. അത് പക്ഷെ ഫലത്തിലെ ദോഷമാണ് ചെയ്തത്. അഖിലേന്ത്യയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ആ കാരണം പറഞ്ഞിട്ട്. അതെ, എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഇപ്പം എനിക്ക് ഇത് സാർ പറഞ്ഞു വന്നപ്പോൾ തോന്നുന്നത്, ഇന്ത്യയിലെ ഫണ്ടമെൻ്റൽസിനെ അല്ലെങ്കിൽ ഇസ്ലാമിക മൗലികവാദികളെ അവർക്ക് വഴങ്ങിക്കൊടുത്തിട്ട് അവരെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണിപ്പോൾ ഒരു അന്യരാജ്യത്ത് അവരുടെ സ്വയംഭരണ, അവരുടെ നിർണായ അവകാശം താലിബാൻ ഭരിക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ടതാണല്ലോ. താലിബാൻ്റെ എംബസിക്കകത്ത് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെ ഒരു വിദേശ രാജ്യത്തെ മൗലികവാദത്തെ ചോദ്യം ചെയ്യാൻ മോദിക്ക് കെൽപ്പില്ല, പാങ്ങില്ല എന്ന് വാദിക്കുന്നത് ആരാണ്? ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്ന അച്ഛന് ഈ രാജ്യത്തെ മൗലികവാദികളെ പോലും നിലക്ക് നിർത്താൻ പറ്റിയില്ല എന്നൊരു ചരിത്രം ഉള്ളപ്പോഴാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. അതെ. മാത്രമല്ല അന്ന് BJPക്ക് 2 സീറ്റേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. BJP വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. ഇപ്പോൾ BJP എന്താ ചെയ്തത്? BJP അല്ലേ ഈ നാരീശക്തിക്ക് പ്രാധാന്യം കൊടുത്തത്? മുത്തലാഖ് നിരോധിച്ചില്ലേ? ഒരുപാട് വില വന്നു. മാത്രമല്ല ഇനി ഏകീകൃത സിവിൽ കോഡ് വരികയാണെങ്കിൽ മൊത്തത്തിൽ മുസ്ലിങ്ങൾക്ക്
അല്ലേ? അതെ അതെ. എല്ലാവരെയും പോലെയുള്ള ഒരു വ്യക്തി. വഖഫ് ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് കൂടിയ പരിരക്ഷ കിട്ടുന്നുണ്ട്, പല കാര്യങ്ങളിലും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സമയത്താണ് ഇപ്പോൾ ഈ പരിഹാസ്യമാണെന്ന് പറയാം അല്ലേ ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ നിലപാട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം ഇതാ. ഇനി പക്ഷേ ഇന്ത്യ എടുത്തൊരു ഈ കൂട്ടത്തിൽ നമ്മൾ പ്രോഗ്രസീവായിട്ടൊരു കാര്യം കൂടി കാണേണ്ടതുണ്ട്. ഈ ഒന്ന്, പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒരേ സമയത്ത് ശത്രുവാക്കാൻ പാടില്ല എന്ന ഡിപ്ലോമാറ്റിക് നിലപാടിൻ്റെ പുറത്താണ് അഫ്ഗാനിസ്ഥാന് നമ്മൾ നല്ല പരിഗണന കൊടുക്കുന്നത്. ഈ പരിഗണന ആത്മാർത്ഥമാണ് താനും. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ സഹായിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലൊരു ഡാം തന്നെ നമ്മൾ സൽമാ ഡാം എന്ന് പറയുന്ന ഡാം ഇന്ത്യയുടെ സ്വന്തം ചെലവിലാണ് നിർമ്മിച്ചു കൊടുത്തത്. നരേന്ദ്രമോദിയും അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയും ചേർന്നാണത് ഉദ്ഘാടനം ചെയ്തത് 2016 മോദി വന്നതിന് ശേഷം. അപ്പോൾ അവിടെ വെള്ളവും വെളിച്ചവും അന്നവും കൊടുക്കുന്നതിൽ നമ്മൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സഹോദര രാജ്യത്തോട് കാണിക്കേണ്ട എല്ലാ ആദരവും ഇന്ത്യ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനോട് എന്നും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അഫ്ഗാൻ എംബസിക്ക് അനുമതി കൊടുക്കുകയും കാബൂളിൽ ഇന്ത്യൻ എംബസി തുറക്കുകയൊക്കെ ചെയ്യുന്ന തീരുമാനം. ആ സമയത്ത് അതിനെ അവരുടെ ഒരു പരിമിതിയുടെ പേരിൽ, അവരുടെ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ, അവരുടെ എംബസിക്കകത്ത് നടന്ന ഒരു തീരുമാനത്തിൻ്റെ പേരിൽ ഇതൊരു വിവാദമാക്കി വളർത്തിയെടുക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം പല്ലവി എന്നേ പറയാനുള്ളൂ. പക്ഷേ അത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ ഇതുപോലുള്ള ചരിത്രം അദ്ദേഹത്തെ തിരിച്ചടിക്കും. അതെ, അതൊരു രാഷ്ട്രീയ ചരിത്രമാണ്, വലിയ ചരിത്രമാണ്. അത് ഇന്ത്യയുടെ ചരിത്രം കൂടിയാണ്. ഇന്ത്യയിൽ നടന്ന ഈ ഫണ്ടമെൻ്റലിസത്തിനെതിരായുള്ള വലിയൊരു പോരാട്ടമായിരുന്നല്ലോ ഷാബാനു കേസിലെ വിധി. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു, അതിലെങ്ങനെ വെള്ളം ചേർത്തു, ആ ചോദ്യം വളരെ പ്രധാനമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ വരും ആ ചോദ്യം. തക്ക സമയത്ത് ഉന്നയിച്ചത് നമ്മുടെ പ്രേക്ഷകരും കൂടി അറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.